അവസാനിക്കുകയാണ്. ജനറൽ കാറ്റഗറി പ്രസംഗ മത്സരം ഇതിന് ശേഷം തുടങ്ങുന്നതാകും. എല്ലാവർക്കും ഗുരുദേവൻ നാമത്തിൽ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഗുരുമഹിമയെ കുറിച്ചാണ്. ഗുരുമഹിമയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഗുരു ആരാണെന്നും ഗുരു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നും അറിയണം. ആരാണ് ഗുരു? ഗുരു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗു എന്നാൽ അജ്ഞാനം എന്നും അത് ഗുണത്തെയും, രു എന്നാൽ പ്രകാശമെന്നും അത് രൂപരഹിത സ്ഥിതിയെയും സൂചിപ്പിക്കുന്നു. ഗുരു എന്ന രണ്ടക്ഷരം അത് എല്ലാ വർണ്ണങ്ങളുടെയും രാജാവുമാണ്. അജ്ഞാന രൂപിയായ ഇരുട്ടിനെ നശിപ്പിക്കുന്ന, മായയെ ഇല്ലാതാക്കുന്ന പരബ്രഹ്മമാണ് ഗുരു. പരബ്രഹ്മം എന്ന ശക്തി ഒന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഏതൊക്കെ പേരിൽ ദൈവമെന്ന് പറയണോ അവരെല്ലാം മനുഷ്യരൂപത്തിൽ ജീവിച്ചിരുന്ന ഗുരുക്കന്മാരായിരുന്നു. ഗുരുവിനേക്കാൾ ഒന്നും തന്നെ ഇല്ല. ഗുരു നമുക്ക് നേർവഴി കാട്ടിത്തരുന്നു. ഗുരു അനുഗ്രഹിച്ചാൽ നമുക്ക് ഗുരുത്വം കിട്ടുന്നു. അതുവഴി എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു. ഭഗവാൻ ശിവൻ ഉപേക്ഷിച്ചാൽ ഗുരു നമ്മെ രക്ഷിക്കുമെന്നും, പക്ഷേ ഗുരു ഉപേക്ഷിച്ചാൽ മറ്റേ ആർക്കും നമ്മെ രക്ഷിക്കാൻ പറ്റില്ലെന്നും ഗുരുഗീത നമ്മെ ഉപേക്ഷിക്കുന്നു. സ്കന്ദപുരാണത്തിലെ ഗുരുഗീതയിൽ ഭഗവാൻ ശിവനും പാർവതിദേവിയും തമ്മിലുള്ള സംഭാഷണം ഗുരുമഹിമയ്ക്ക് ഏറ്റവും വലിയ വിശദീകരണമാണ്. ഗുരു ബ്രഹ്മാവാണെന്നും ഗുരു വിഷ്ണുവാണെന്നും ഗുരു പരമശിവനാണെന്നും, എന്നാൽ അവർക്കെല്ലാവർക്കും ഒരു ഗുരുവുണ്ട്, അത് സാക്ഷാൽ പരബ്രഹ്മമാണെന്നും പറഞ്ഞു തരുന്ന ഗുരുഗീത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുഗീത ലോകത്തോട് പറയുന്നു, ദൈവത്തെ അറിയാനുള്ള ഒരേയൊരു വഴി ദൈവത്തെ അറിഞ്ഞ ഒരു ഗുരുവിനെ കണ്ടെത്തുകയും ആ ഗുരുവുമായി ഗുരു ശിഷ്യ ബന്ധം പുലർത്തുകയുമാണ്. ഞാൻ ഗുരുവോടധികം തത്വം, ഞാൻ ഗുരുവോടധികം തപ. മാതാപിതാ ഗുരുദൈവം എന്നിരുന്നാലും ജന്മം നൽകുന്ന പിതാക്കളെക്കാളും വലുതാണ് അകത്തന്നെ തെളിക്കുന്ന ഗുരു. അമ്മ എന്റെ ആദ്യ ഗുരുവിനെ പ്രണമിച്ചുകൊണ്ടും എന്റെ അയവിലേക്ക് കൈപിടിച്ചു നടത്തുന്ന എല്ലാ ഗുരുക്കന്മാരെയും ശിരസ നമിച്ചുകൊണ്ടും എന്റെ മാതാവും പിതാവും കാട്ടിത്തന്ന പരമഗുരുവായ പരബ്രഹ്മമായ ശ്രീനാരായണ ഗുരുദേവന്റെ അടിമ ശിഷ്യയായി എനിക്കും വളരെ കരുണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.